പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മാമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 ശമൂവേൽ 22 അധ്യായത്തിന്റെ 48 വാക്യം. 2 ശമൂവേൽ ചാപ്റ്റർ 22 വേഴ്സ് 48. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു വചനം. ദാവീദിന്റെ ഒരു സ്തോത്രഗാനവും ഒരു സങ്കീർത്തനവും നമുക്കറിയാം. അത് നമുക്ക് 18 സങ്കീർത്തനവുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ദൈവം തനിക്ക് ജീവിതത്തിൽ ചെയ്തതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന ഒരു സ്തോത്രഗീതമാണ്. അതിൽ പറയുകയാണ് 48, ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികൾ എനിക്ക് കീഴാക്കി ചെയ്യും. അപ്പം എനിക്ക് ആ വാക്ക് വളരെ ദൈവമായി എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്ത്. പലപ്പോഴും പ്രതികാരം നമ്മൾ ഏറ്റെടുക്കാറുണ്ട് അല്ലേ? വാക്കുകൾ കൊണ്ട്, നോട്ടം കൊണ്ട്, പ്രവർത്തന മണ്ഡലങ്ങൾ കൊണ്ട്, ഇടപാടുകൾ കൊണ്ട്, കൂട്ടുകെട്ടുണ്ടാക്കി ഇങ്ങനെ നമ്മൾ പലപ്പോഴും പ്രതികാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ എന്ന് ഏറ്റെടുത്തേ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അപ്പം നമുക്ക് കൂട്ടുകെട്ടുണ്ടാക്കിയ വാക്കുകൾ കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞേക്കാം. അപ്പം നമ്മുടെ കൂട്ടുകെട്ടുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞേക്കാം. കുറച്ച് പേരോടൊക്കെ വാക്ക് സാമർത്ഥ്യം കൊണ്ട് നമ്മൾ അവരെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുത്തി അവർക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം, ആയുധങ്ങൾ ഒക്കെ തൊടുത്തുവിടാൻ സാധിച്ചേക്കാം. അതെല്ലാം മാനുഷികമാണ്, അത് താൽക്കാലികം മാത്രമാണ്, അധികം നാളുകൾ അത് നിലനിൽക്കത്തില്ല. എന്നാൽ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്താൽ, ദാവീദിന് വേണ്ടി ദൈവം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തൻ്റെ വഴികളെയൊക്കെ ദൈവം അങ്ങ് വിശാലമാക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ പാറ അതിനോട് അരുളി ചെയ്തു, എന്താണ്, ദൈവത്തിൻ്റെ പാറയായവൻ എന്നോട് ഇടപെട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് മഹാരക്ഷ നൽകും, തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പല 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 വിധത്തിലുള്ള വഴികളും ദൈവം തനിക്ക് വേണ്ടി തുറന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ദൈവത്തോട് ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് വിട്ടുകൊടുത്താൽ ദൈവം ഒരു വിഷയം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് വളരെ സേഫായി വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ പ്രതികാരത്തിന് പോകരുത്. ഇന്ന് പ്രഭാതത്തിലും ആരൊക്കെയോ നിങ്ങളുടെ എതിരെ വന്നു പ്രതികാരിക്കണം, നിങ്ങൾ സ്തോത്രം ചെയ്ത് അവരെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഇവിടെ വായിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അത് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോടാണെങ്കിലും, നിങ്ങളുടെ ബന്ധുമിത്രാദികളാണെങ്കിലും, നിങ്ങളുടെ രക്തബന്ധങ്ങളാണെങ്കിലും, നിങ്ങളുടെ നാട്ടുകാരാണെങ്കിലും, നിങ്ങളുടെ കൂടെ ആര് നിങ്ങൾക്ക് വിരോധമായിട്ട് നിങ്ങൾ ദൈവം പ്രാർത്ഥിക്കുകയെ, നമ്മൾ ദൈവത്തോട് ആ വിഷയത്തെ ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭാഗത്ത് നീതിയും വിശ്വസ്തതയും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം പ്രതികാരം ചെയ്യും. മാത്രമല്ല ചിലതിനെ ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യും. ദൈവം ചിലതിനെ കീഴാക്കാൻ പോവാം. വിശ്വസിച്ച് ദൈവമക്കളെ, ദൈവദാസന്മാരെ, അഭിഷിക്തരെ വിശ്വസിക്കാമോ? കർത്താവ് ചിലതിനെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളെ കീഴാക്കി തീർക്കും. ആമേൻ. പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനായിട്ട് നന്ദി. എല്ലാവരെയും ഇവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.